ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ ഓരോ പാഠങ്ങളിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കാണ് ഷുവറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മോഡൽ എക്സാമിന് ശേഷം, അതായത് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പാറ്റേൺ ഡിഫറൻസുകൾ, അതായത് പാറ്റേൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാഠത്തിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കാം. അതായത് 6 മാർക്കിൻ്റെ ഒക്കെ 8 മാർക്കിലേക്ക് പോവാം. അങ്ങനത്തെയുള്ള ഡിഫറൻസുകളെല്ലാം വിലയിരുത്തിയിട്ടുള്ള ചാപ്റ്റർ വൈസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിപ്പോൾ ഓരോ പാഠം പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം, സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടും അല്ലാതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ ഓരോ പാഠത്തിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഓരോ പാഠവും എന്താണെന്ന് ഒരു ഐഡിയ പോലും ഇല്ല എങ്കിൽ ജസ്റ്റ് ഒരു പാഠം പഠിക്കാൻ തുടങ്ങുമ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾ സബ്ജക്റ്റ് 500 റുപ്പീസിനാണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാതും കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ ക്ലാസ്സും ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ച് കാണിച്ച് തീർക്കുന്നതല്ല. ഏത് പാഠം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇനി മാത്സ് ആയിക്കോട്ടെ, ഈ സബ്ജക്റ്റുകളെല്ലാം ഓരോ പാഠം വെച്ച് പഠിക്കുമ്പോൾ ആ പാഠത്തിന് ജസ്റ്റ് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കൂടുതലും ഇത് എഫക്റ്റീവ് ആവുക നിങ്ങളുടെ ഫൈനൽ എക്സാമിനായിരിക്കും. മാത്രമല്ല, ഒരു 4-5 ദിവസത്തെ ക്ലാസ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. 4-5 ദിവസം 2-ാം തീയതി വരെയാണ് ക്ലാസ് ഉണ്ടാവുക. അതുവരെ എല്ലാവർക്കും അഡ്മിഷൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ആ ക്ലാസ് എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. വേണമെന്നുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7907664613 എന്ന് പറഞ്ഞ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റഡീസിന്റെ വെയിറ്റേജ് എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കാണാം. ഒരു വീഡിയോ മിസ് അപ്ലോഡ് ചെയ്തിരുന്നതിൽ എല്ലാ ചാപ്റ്റർ വൈസ് വെയിറ്റേജുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ പാഠങ്ങളിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നോക്കാം. ഏറ്റവും ഫസ്റ്റത്തെ പാഠം നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പഠിക്കണം. നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് 4 മാർക്കിനാണ് ചോദിക്കാറ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് 4 മാർക്കിന്. ലെവല് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഒരാളെ തരും. ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, MD, മാനേജിങ്, സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ തന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്യുന്ന ജോലികൾ ഏതാണ് അങ്ങനെയാണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയണമെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഓരോ ലെവലിലത്തെ ആൾക്കാരുടെയും ഫങ്ഷൻസുകൾ, അതുപോലെ ലെവൽസിന്റെ മാനേജേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. പിന്നെ കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ്, അതായത് വാട്ട് യു മീൻ ബൈ കോർഡിനേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം 4 മാർക്കിന്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് 2 മാർക്കിന് ചോദിക്കാം. അതായത് ഏതൊക്കെ ഫങ്ഷൻസ് ആണെന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ പറയും. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ് ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജർ ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, 3 തരം ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഓർഗനൈസേഷനിലെ. അതുപോലെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് 3 ടൈപ്പ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. അത് നമുക്ക് 3 മാർക്കിന്റെ ചോദ്യത്തിലേക്കാണ് പോവാറ്. ഓക്കെ, അപ്പം 1ാമത്തെ പാഠത്തിൽ നിന്ന് ഇതെല്ലാം ഈ ടോപ്പിക്കുകളെല്ലാം നോക്കുക. 2ാമത്തെ പാഠവും 3ാമത്തെ പാഠം ഒരുമിച്ച് മിസ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ പാഠത്തിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 8 മാർക്കിനും 6 മാർക്കിനും പോകും. 8 മാർക്ക് എന്ന് പറയുമ്പോൾ 8 പോയിന്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസിലെ 8 എണ്ണം, അത് ഏതെങ്കിലും നിങ്ങളുടെ ചോയ്സ് ആണ്. 6 മാർക്ക് 4 മാർക്കിലേക്ക് പോവുക. ഏതെങ്കിലും ഒരു 4-5 എണ്ണം നിങ്ങൾക്ക് തരും. യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, സ്കോളർ ചെയിൻ, ക്വിറ്റി, സ്പിരിറ്റ്, ഡീകോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കുകൾ തരും. അതെന്താന്ന് എഴുതുക. 4 എണ്ണം 4 മാർക്കിൽ ചോദിച്ചാൽ ഓരോന്ന് എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ എല്ലാ 14 എണ്ണവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 4 മാർക്കിനാണ് പോവാറ്. സയൻസ് ആണ്, നോട്ട് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ആണ്, ഹാർമണി ആണ്, ഡിസ്കോർഡ് അല്ല, ഇൻഡിവിജ്വാലിസം അല്ല, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ആണ്, പിന്നെ കോർഡിനേഷൻ വേണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 4 മാർക്കിനും അതിലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് സെപ്പറേറ്റ് 4 മാർക്കിനും വിത്ത് ഡയഗ്രാം, ആ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മോട് പറയും. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിക്കുക. 8 ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം. അതിന്റെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നല്ല രീതിയിൽ പഠിക്കുക. ആ ഒരു ഡയഗ്രാം വരച്ച് വെക്കുക. മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. ദെൻ 3ാമത്തെ പാഠത്തിൽ നമുക്ക് ചോദിക്കാം ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. 4 മാർക്കിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ LPG ന്യൂ ഇക്കണോമിക് പോളിസി പ്രകാരം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ വർഷം വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിരുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെ നമുക്ക് 4 മാർക്കിനെ ചോദിക്കാറ് കേട്ടോ. സ്റ്റെപ്സ് മേ ബി 8 മാർക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ 5 മാർക്ക് 6 മാർക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോവാം. സ്റ്റെപ്പ്, കാരണം സ്റ്റെപ്പ് നമുക്കൊരു 7 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ 7 സ്റ്റെപ്പ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുത്തതിന് നമുക്ക് ആ മാർക്ക് വരും. ദെൻ
ടൈപ്സ്. ഈ ടൈപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ടൈപ്സ് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 മാർക്ക് ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ് ആവാം, അല്ലെങ്കിൽ ഓരോന്നിന്റെ എക്സാമ്പിൾസ് എഴുതാനാവാം, അല്ലെങ്കിൽ 4 തന്നിട്ട് അതിന്റെ ഓരോ ലൈൻ. നമുക്കിപ്പോൾ മോഡൽ എക്സാമിന് വന്നത് എങ്ങനെയാ, എന്താണ് റൂള്, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് പോളിസി, അങ്ങനെ ഒരൊറ്റ സെന്റൻസ്. അപ്പൊ എല്ലാത്തിന്റെയും ഓരോ സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. അതായത് ഓരോ ടൈപ്പിന്റെയും ഓരോ സെന്റൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. വേറെ അതിൽ കൂടുതൽ എഴുതണ്ട. എന്താണ് റൂള്, എന്താണ് ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ എഴുതിയാൽ മതി. ഒരൊറ്റ സെന്റൻസ് പഠിച്ചാൽ മതി. അതായത് കൂടുതൽ അതിന്മ പിടിച്ചിട്ട് സമയം നമ്മൾ കളയണ്ട. കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് മോഡൽ എക്സാമിൽ ഇത് പോളിസി എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഗൈഡ് ദ തിങ്കിങ് മാനേജേഴ്സ്. അപ്പോൾ റൂൾ എന്താണ്, മെത്തേഡ് എന്താണ്, എല്ലാത്തിനും ഓരോ സെന്റൻസ് പഠിക്കാം, ഒരു എക്സാമ്പിളും പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 5th ചാപ്റ്റർ. ഈ 5th ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ടോപ്പിക് മിസ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇത്തവണ മോഡലിൽ ചോദിക്കുകയും എന്നാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വരെ PYQ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. കാരണം അപ്പം ഈ പാഠം ഒന്നും കൂടി നിങ്ങൾ വൈഡായിട്ട് പഠിക്കണം. വെയിറ്റേജ് ഒരു 7 മാർക്ക് 8 മാർക്കോളം വരുന്നുള്ളൂ. പക്ഷെ 7 മാർക്ക് 8 മാർക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നാണ് ചോദിക്കാറുണ്ട്. അത് പഠിക്കുക. അതിന്റെ ഫാക്ടേഴ്സുകൾ ചോദിക്കാറുണ്ട്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ സുപ്പീരിയർ ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ ഓർ മാനേജ്ഡ്. എത്രത്തോളം ആൾക്കാരെ ഒരു സബോർഡിനേറ്റ് മാനേജ് ചെയ്യാം. ദെൻ ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാം. ഡിവിഷണൽ സ്ട്രക്ചർ എന്താണെന്ന് സെപ്പറേറ്റ് ചോദിക്കാം. ഇത് ഡയഗ്രാം, അതിന്റെ ഡയഗ്രാം വരച്ച് വയ്ക്കുക. അതെന്താണെന്ന് എഴുതാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ കുറിച്ചിട്ട് എഴുതാൻ വരാം. എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമലും, ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നമുക്ക് എക്സാമിന് ചോദിച്ചത് ഫോർമൽ ആൻഡ് ഇൻഫോർമലിന്റെ ഡിഫറൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്ത് വരാം. ദെൻ ചാപ്റ്റർ 6ലേക്ക് കടക്കുമ്പോൾ ചാപ്റ്റർ 6 സ്റ്റാഫിംഗ് ആണ്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള പാടാണ്. 9 മാർക്കോ 11 മാർക്കോളം വെയിറ്റേജ് ഉണ്ട്. ഇതിൽ ഫുള്ള് നമുക്ക് ഷോർട്ട് എസ്സേ ലോങ് എസ്സേക്കുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് 8 മാർക്ക്, പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്, പ്രോസസ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ ചോദിക്കാറുണ്ട്. ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ്, ട്രെയിനിങ്ങിന്റെ മെത്തേഡ്സ്, അത് 4 മാർക്ക് 6 മാർക്കിലേക്കൊക്കെ പോകും. 2 തരം മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. 2ലും 3 കിട്ടണം. ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ ക്രിസ്മസ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, അതുപോലെ തന്നെ മോഡൽ എക്സാം എല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കാം. ചാപ്റ്റർ 7ലേക്ക് കടക്കുമ്പോൾ ഡയറക്റ്റിംഗ് ആണ്. നല്ല വെയിറ്റേജ് ഉള്ള പാടാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻസ് 4 മാർക്കിനാണ് ചോദിക്കാറ്. ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ 4 മാർക്കിനാണ് ചോദിക്കാറ്. തിയറി ഓഫ് മോട്ടിവേഷൻ സാധാരണ ഒരു 5 മാർക്കാണ് മാക്സിമം പോകാറുള്ളൂ. പക്ഷെ ഇത്തവണ അത് 8 മാർക്കിലേക്ക് പോയി. മോഡൽ എക്സാം ഫസ്റ്റ് ടൈമാണ് തിയറി ഓഫ് മോട്ടിവേഷൻ 8 മാർക്കിലേക്ക് പോകുന്നു. ലീഡർഷിപ്പിന്റെ സ്റ്റൈലുകൾ 4 മാർക്കിന് ചോദിക്കാം. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് നമുക്കിപ്പോൾ ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ആയിട്ടാണ് ചോദിച്ചിരുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഇനി എക്സ്പ്ലനേഷൻ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഡയഗ്രാം വരച്ച് വെക്കാം. ഫോർമൽ നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണ് 4 മാർക്ക്. ഫോർമലും ഇൻഫോർമലും തമ്മിലുള്ള ഡിഫറൻസസ് 6 മാർക്ക്. ഇൻസെന്റീവ്സ് 8 മാർക്കിലേക്ക് പോവാറുണ്ട് മുൻപ്. ഇനി നമുക്കത് 6 മാർക്കിലേക്ക് പോകാൻ അറിയില്ല. അപ്പോൾ 6, 8 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റി ബേസിൽ പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺട്രോളിങ്ങിൽ 3 ടോപ്പിക്ക് പഠിക്കാനുള്ളൂ. സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് 4 മാർക്കിനും. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന് 3 മാർക്കിനും. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവരെ ദേ ആർ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്, 2 സൈഡ്സ് ചോദിക്കാം. 2 സൈഡ്സ് ഓഫ് എ സെയിം കോയിൻ ചോദിക്കാം. ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ആണ്. ദെൻ 9th ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ്. 3 തരം ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഫാക്ടേഴ്സ് എഫക്റ്റീവ് ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. 2 4 വെച്ചിട്ട് പഠിക്കാൻ 8 ആവും. അതായത് 4 അങ്ങനെ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും കൂടുതൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. ഒരു 6 ഫാക്ടേഴ്സ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കാം. ദെൻ 11th ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ 10th ചാപ്റ്റർ സ്കിപ്പിംഗ് ആണ്. ഫിനാൻഷ്യൽ മാർക്ക് നമുക്ക് എക്സാമിന് ഇല്ല. 2025 സ്റ്റുഡൻസിനോടാണ്. നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ഇല്ല. 10ാം പാഠമില്ല, 11ാം പാഠാണുള്ളത്. ഇവിടെ മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് 5 പോയിന്റ് പഠിക്കാം 5 മാർക്കിന്. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് 12 എണ്ണം ഉണ്ടായി, 8 എണ്ണം പഠിക്കാം വിത്ത് എക്സ്പ്ലനേഷൻ. പാക്കേജിങ്, ബ്രാൻഡിങ്, ലേബലിംഗ്, ഇതിന്റെ ഒക്കെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് എന്നൊക്കെ ചോദിക്കും. അതായത് ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പാക്കേജിങ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം. നമുക്കതൊരു 3 മാർക്കിന് ചോദിച്ചാൽ മതി.
പിന്നെ പ്രൈസിങ് ഓഫ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. പ്രൊമോഷൻ ടെക്നിക്സ് ടു ഇംപ്രൂവ് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. റിബേറ്റ്, ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ലക്കി ഡ്രോ, അതൊക്കെയാണ് കേട്ടോ. അഡ്വർടൈസ്മെന്റ് മെറിറ്റും ഡിമെറിറ്റും 8 മാർക്കിലേക്കും പോവാം. ഒബ്ജെക്ഷൻസ് മാത്രമായിട്ട് 5 മാർക്കിലേക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതങ്ങനെ പഠിച്ചു വയ്ക്കാം. മാർക്കറ്റിംഗ് മിക്സിന്റെ കമ്പോണൻസ് 4 മാർക്കിലേക്ക് പോവാം. മാക്സിമം 4 മാർക്ക്, മാക്സിമം 8 മാർക്കിലേക്ക് പോവാം. മിനിമം നമുക്ക് 1 മാർക്കിലേക്ക് വരെ ഇത്തവണ പോയിട്ടുണ്ട്. അത് പിന്നെയും കുഴപ്പമില്ല. 4 P's ഓഫ് മാർക്കറ്റിംഗ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മിക്സ് ആണ്. ദെൻ 12th ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇവിടെ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. 6 റൈറ്റ് ഉണ്ട്. അതിൽ 5 റൈറ്റ് നിങ്ങൾക്ക് എഴുതാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയണം. പിന്നെ കംപ്ലൈന്റ് മെക്കാനിസം എന്താണ്, റിഡ്രസൽ ഏജൻസീസ് എന്താണെന്ന് നമ്മളോട് ചോദിക്കും. ഇതിന്റെ രണ്ടിന്റെ ആൻസർ 3 ടയർ തന്നെയാണ്. 3 ടയർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ. വാട്ട് ആർ ദ കംപ്ലൈന്റ് മെക്കാനിസം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ചോദിക്കും. റിഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ ചോദിക്കും. ദെൻ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു 2-3 മാർക്സിന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ മാർക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് എത്ര മാർക്കിന് വരെ മാക്സിമം ചോദിക്കാം എന്ന് വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ കുറേ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ അത് മാക്സിമം 5 മാർക്കിനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ 5 പോയിന്റ് പഠിക്കാൻ നിർത്തുക, അടുത്ത ടോപ്പിക് എടുക്കുക. ഇപ്പോൾ ഏത് ടോപ്പിക്, ഇപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി, 4 മാർക്ക്. അല്ലാതെ അവിടെ കൂടുതൽ പഠിക്കാനില്ല. പിന്നെ ഏത് ടോപ്പിക്, ഇപ്പോൾ പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് ഹെഡിങ് എന്തായാലും 8 ഉണ്ടാവും. അത് എഴുതി വെക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ ഓൺവേർഡ്സിൽ എഴുതാം. സെലക്ഷൻ ടെസ്റ്റുകൾ, അപ്പോൾ ഇപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് ടൈപ്സ് ഓഫ് പ്ലാനിങ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു സെന്റൻസിന്റെ ധാരാളം എന്താണത് ഒരു ആക്ച്വൽ സെന്റൻസ്, ഒരു എക്സാമ്പിൾ. കാരണം ഇനി അങ്ങനെ പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഓവറായിട്ട് എക്സ്പ്ലനേഷൻ വരുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കേണ്ട. ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എല്ലാ പാഠത്തിലും നമുക്ക് ആവശ്യമുള്ളത് ഇത്ര മാർക്കിനാണ് വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും പഠിക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ് പറഞ്ഞതുപോലെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ മാത്രമല്ല, നമുക്ക് മോഡൽ എക്സാം വരുമ്പോൾ ഇടയിൽ ഒരുപാട് ലീവുകളുണ്ട്. ആ ലീവിലൊക്കെ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും എല്ലാം ബെറ്റർ ആയിട്ട് കിട്ടും. ആ ടൈമിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ മേ ബി ആരും ടൈമിൽ വരില്ല. സോ നമുക്ക് ഈ ക്ലാസ്സുകൾ ആ ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആവട്ടെ. വേണമെന്നുള്ളവർ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ എവ്രി വൺ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.